ഹലോ കുഞ്ഞുങ്ങളെ, ഹിന്ദി സൂത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ചാപ്റ്ററായ ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ പാഠഭാഗത്തിന്റെ തന്നെ സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം. വ ദേ സകെ ആഗ്, ആഗ് കാ ക്യാ മത്ലബ് ഹൈ? വ ദേ സകെ ആഗ്, നമ്മൾ പഠിച്ചല്ലേ സൂര്യൻ എന്ത് കൊടുക്കുന്നു? ആഗ്, തീ, പ്രകാശം, ഊർജം എന്നൊക്കെ പറയും. അപ്പം ഇതില് ഈ ആഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? സൂരജ് കി ആഗ് ഉസ്കി ഊർജ ഹെ. സൂര്യന്റെ ആഗ് എന്ന് പറഞ്ഞാല് അത് എനർജിയാണ്, സൂര്യന്റെ എനർജിയാണ്, അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ നമുക്കറിയാം. ഊർജയാണ്, എനർജി. സൂരജ് സ്വയം അപ്നി ഊർജ ദുനിയാക്കോ പ്രദാൻ കർത്താ ഹെ. സൂര്യൻ സ്വയം സൂര്യന്റെ എനർജിയെ ഈ ലോകത്ത് അല്ലെങ്കിൽ നമുക്ക് തരുന്നുണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. ആഗെന്ന് പറയുന്നത് സൂര്യന്റെ ഊർജം, എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ദർഹത് ആപ് ക്യാ സമझ? ദർഹത്ത് നമുക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. എന്താ ദർഹത്തിന്റെ മീനിങ്? പേടല്ലേ, വൃക്ഷം, മരം എന്നൊക്കെ പറയാം. ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ വൃക്ഷം എന്താ ചെയ്യുന്നത്? പേട് അപ്പനെ ഭൂലോം സേ പ്യാർ കർത്താ ഹെ. ഈ വൃക്ഷം എന്ത് ചെയ്യുന്നുണ്ട്? പൂക്കൾ, ഫ്ലവേഴ്സ് എന്നൊക്കെ പറയാം. ഭൂലോം എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ്, പൂക്കൾ കൊണ്ട് സ്നേഹിക്കുന്നു അല്ല പൂക്കളെ സ്നേഹിക്കുന്നു. അപ്പം സ്വന്തമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ പൂക്കളെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ദുനിയാ കോഫി ഭൂൽ പ്രദാൻ കർത്താ ഹെ. നമുക്ക്, അതായത് ഈ ലോകത്തിന് ആ പൂക്കളെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണേ. അടുത്തത് നോക്കാം. ഖുദ് സേ പ്യാർ കർന സെ ക്യാ അർത്ഥ നികൽത്താ ഹെ? ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ എന്താ? സ്വയം സ്നേഹിക്കുക. അപ്പോൾ സ്വയം സ്നേഹിക്കുക എന്നതിൽ നിന്ന് എന്തർത്ഥമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഖുദ് സേ പ്യാർ കർന എക് ഗഹര ഓർ മഹത്വപൂർണ്ണ അനുഭവ് ഹെ. ഖുദ് സേ പ്യാർ കർന, നമ്മൾ സ്വയം സ്നേഹിക്കുക എന്നത് എക് ഗഹര, ഗഹര ആഴമുള്ള, മഹത്വപൂർണ്ണ മഹത്വമുള്ള. അപ്പോൾ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു മഹത്വമുള്ളതും ആഴമുള്ളതുമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ്. ജോ ഖുദ് സേ പ്യാർ കർത്താ ഹെ, ആരാണോ ഖുദ് സേ സ്വയം, പ്യാർ കർണ സ്നേഹിക്കുന്നത്, വഹ് അവർ, ആത്മവിശ്വാസ് കെ സാത്ത് ആത്മവിശ്വാസത്തോടു കൂടി, ദുനിയാക്കോ സംഭാൽ കർത്താ ഹെ, ദുനിയയെ, ലോകത്തെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പരിപാലിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്നി ചീസേം ദൂസറോങ്കി ഭലായി കെലിയെ ദേം. അപ്നി ചീസേം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വയം നമ്മൾ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ തൻ്റെ സാധനങ്ങളെ ദൂസരോങ്കി ഭലായി കെലിയെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഭലായി എന്ന് പറഞ്ഞാൽ നന്മ. അപ്പം നമ്മുടെയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ക്വാളിറ്റീസ് ആയിക്കോട്ടെ, നമ്മുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, നമ്മുടെ നന്മകളായിക്കോട്ടെ, അതെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടി വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആത്മസമ്മാൻ ബിടായ എന്ന് വെച്ചാൽ അതിലൂടെ നമ്മളൊരു ആത്മസംതൃപ്തി ഉണ്ടാക്കുക. ഇതാണ് സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ കവിത പഠിച്ചതുപോലെ തന്നെയാണ്, നമ്മൾ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടും പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതിന് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസാണ്. ജോഡെ ഓർ വാക്യ ലിഖേ. ഇതിങ്ങനെ തന്നിട്ടുണ്ടല്ലേ, ഇത് ഇത്രയും യോജിപ്പിച്ചിട്ട് വാക്യം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ ബോക്സിൽ നിന്ന് ഒരെണ്ണം, പിന്നെ ഇത് ആയിട്ട് യോജിപ്പിക്കുക, ഇതിൽ നിന്ന് ഒരെണ്ണം, പിന്നെ ഇതുമായിട്ട് യോജിപ്പിക്കുക, അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അല്ലേ. അപ്പോൾ ആദ്യം സൂരജിനെ നമുക്ക് എടുക്കാം. സൂരജ്, അങ്ങനെയാണെങ്കിൽ ദുനിയാക്കോ. സൂരജ് ദുനിയയ്ക്ക് എന്താ കൊടുക്കുന്നത്? പാനിയാണോ കൊടുക്കുന്നത്? വെള്ളമല്ല അല്ലേ. പിന്നെ എന്താ? ഭൂലാണോ, പുഷ്പമാണോ, ഫ്ലവറാണോ? അല്ല. പിന്നെ ഏതാ? ഊർജ, ഊർജ ദേത്തി ഹെ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതല്ലേ മക്കളെ ഇവിടുത്തെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കിക്കേ. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹെ. സൂര്യൻ ലോകത്തിന് ഊർജം നൽകുന്നു. അടുത്ത നമുക്ക് പേട് എടുക്കാം. പേട് ദുനിയാക്കോ. പേട് എന്താ ചെയ്യുന്നത്? ദുനിയയ്ക്ക്. ഓക്കെ, പേട് എന്താ ചെയ്യുന്നത്? എന്താ? അപ്പോൾ പേട് നമ്മൾ എഴുതുന്നു. പേട് ദുനിയാക്കോ എന്ന് എടുക്കുന്നു. ദുനിയാക്ക് പാനിയാണോ കൊടുക്കുന്നത്? അല്ല. ഊർജ്ജമാണോ കൊടുക്കുന്നത്? അല്ല. ഭൂലാണല്ലേ. അപ്പോൾ ഭൂൽ ദേത്താ ഹെ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ താഴത്തെ സെൻറ്റൻസ് നോക്കിയേ. പേട് ദുനിയാക്കോ ഭൂൽ ദേത്താ ഹെ. അങ്ങനെയല്ലേ പഠിച്ചത്? ഓക്കെ ആണ്. അടുത്തതെടുത്ത് ബാദൽ എടുക്കാം. ബാദൽ ദുനിയാക്കോ എന്താ കൊടുക്കുന്നത്? പാനി ദേത്താ ഹെ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ. ബാദൽ ദുനിയാക്കോ പാനി ദേത്തി ഹെ. ഓക്കെ അല്ലേ. മേഘം നമുക്ക് മഴ തരുന്നുണ്ട്. വെള്ളം, പാനി എന്ന് ഉദ്ദേശിക്കുന്ന വെള്ളം. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? മഴ അല്ലേ. ഓക്കെയാണ്. അടുത്തത്
ജീവൻ കാ ആധാർ ഹെ. ഇതിൻ്റെ മൂന്നിൻ്റെ പേര് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. നമുക്കറിയില്ല, വളരെ എളുപ്പമല്ലേ ഇത്. സൂരജാണെന്നറിയാം. ഇതെന്താ പേട് അല്ലെങ്കിൽ ദർഹത്ത് എന്ന് എഴുതാം. ഇത് ബാദൽ, പാനിയല്ലേ വരുന്നത്. ഓക്കെ. ഇനി ജീവൻക്ക് ആധാർ എന്ന് ഉദ്ദേശിക്കുന്നത് ജീവൻ്റെ അടിസ്ഥാനം അല്ലേ. നമുക്ക് എന്താ വേണം? സൂര്യൻ, വൃക്ഷം, ബാദൽ അല്ലെങ്കിൽ പാനി. ഓക്കെ, അടുത്തത് നോക്കാം. നിങ്ങളോട് പറയുന്നത് ആശി പടേ ഓർ പങ്ക്തിയാൻ ढूंढे. सूरज अपनी ऊर्जा से प्यार करे और संसार ऊर्जा प्रदान करे. मेघ अपने पानी से प्यार करे और प्रकृति की प्यास बुझाए. അതായത് മേഘം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ തന്നിട്ട് നമ്മുടെ ദാഹമൊക്കെ മാറ്റുന്നുണ്ട്, ഭൂമിയിലെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. സൂര്യൻ എന്താ തൻ്റെ ഊർജ്ജത്തിനെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ ലോകത്ത് സൂര്യൻ ഊർജ്ജം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഏ ദുനിയാക്കോ കേസേ പ്യാർ കരേങ്കി. ഇവിടെ സൂരജ്, പേട്, ബാദൽ ഈ മൂന്നും തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ ലോകത്തെ സ്നേഹിക്കുന്നത്? അങ്ങനെ 3 സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളോട്. ആദ്യത്തേത് നമുക്ക് എടുക്കാം. സൂര്യൻ എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹം തരുന്നത്? സൂരജ് ഹമേൻ താപ് ദേത്താ ഹെ അല്ലേ, ചൂട് നമുക്ക് തരുന്നുണ്ട്. ചൂടില്ലെങ്കിൽ നമുക്ക് പ്രയാസമാണല്ലേ, ഫുള്ള് തണുത്തിരുന്നുള്ള അവസ്ഥ ഭയങ്കര കടുപ്പാണല്ലേ. അപ്പോൾ നമുക്ക് താപം തരുന്നു. സൂരജ് ഹമേൻ പ്രകാശ് ദേത്താ ഹെ, നമുക്ക് പ്രകാശം തരുന്നു, നമുക്ക് എനർജി, ഊർജ്ജം തരുന്നുണ്ട്. അടുത്ത് പേടിനെ നമുക്ക് എങ്ങനെ എഴുതാം? പേട് ഭൂൽ ദേത്താ ഹെ അല്ലേ, നമുക്ക് പുഷ്പങ്ങൾ തരുന്നുണ്ട്, ഫ്രൂട്ട്സ് തരുന്നുണ്ട്. ഫൽ ദേത്താ ഹെ. ലക്കടി, അതിൽ നമുക്ക് തടികൾ എടുക്കാം അല്ലേ, തടി തരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പേട് ഛായ ദേത്താ ഹെ. ഛായ എന്ന് പറഞ്ഞാൽ തണൽ തരുന്നു അല്ലേ, നമുക്ക് തണൽ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണോ അതിന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് അത് എഴുതാം. ഓക്കെ, അടുത്തത് ബാദൽ. ബാദൽ എന്താ? ബാദൽ നമുക്ക് പാനി ദേത്താ ഹെ, വെള്ളം തരുന്നുണ്ട് അല്ലേ. മേഘങ്ങളിൽ നിന്നല്ലേ നമുക്ക് കിട്ടുന്നത് മഴയൊക്കെ. അതെ, മേഘ വർഷ ദേത്താ ഹെ, മഴ. വർഷ എന്ന് പറഞ്ഞാൽ മഴ. പിന്നെ എന്താ? ബാദൽ ശീതലത ദേത്താ ഹെ, നമുക്കൊരു തണുപ്പൊക്കെ തരുന്നുണ്ട് അല്ലേ. അതെ, അത്രയേ ഉള്ളൂ. അപ്പം ബാദലിൻ്റെ കാര്യം. ഇനി അടുത്ത നോക്കിക്കേ. നിങ്ങളോട് പറയുന്നത് താൾ ലേക്കേ സാത്ത് കവിത. കവിത നിങ്ങളോട് വായിക്കാനാണ് പറഞ്ഞത്. നല്ല ഈണമൊക്കെ ഇട്ടിട്ട് അങ്ങ് വായിക്കുക. ഓക്കെ, അത് നമുക്ക് നോക്കാം. രണ്ടാമത്തതാണ് കവിതാക്ക് ആശയം ലിഖേ. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവിടെ അടുത്ത മൂന്നാമത്തത് കവിതാക്ക് ആശയ്ക്ക് ആധാർ പർ ചിത്ര ഖീഞ്ച. അത് നിങ്ങൾക്ക് ഉള്ള ടാസ്ക്കാണ്. ഈ കവിത നിങ്ങൾ മനസ്സിലാക്കിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിലൊരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ആശയം നോക്കാം അല്ലേ. ആശയം നോക്കാം മക്കളെ. ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ, ഈ ആശയം അല്ലെങ്കിൽ നിബന്ധ ലേഖനം അങ്ങനെയൊക്കെ നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ കൊടുക്കേണ്ടത്? ഒരു ഹെഡിങ് കൊടുക്കുക അല്ലേ, ഒരു ഹെഡ്ലൈൻ കൊടുക്കുക. നമുക്കിവിടെ സ്നേഹത്തെക്കുറിച്ചല്ലേ എഴുതുന്നത്, അപ്പോൾ നമുക്ക് ആദ്യം പ്യാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കും. എന്നിട്ട് ഏറ്റവും ശ്രദ്ധിക്കുക, അതേത് കവിതയെന്ന് എഴുതണം, ആ കവിത ആരെഴുതിയതാണെന്ന് എഴുതണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് എഴുതിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കിയേ. ഖുദ് സേ പ്യാർ കവിത ശോഭ്നാഥ് യാദവ് ജീനെ ലിഖി ഹെ. ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന കവിത ആരാ എഴുതിയിട്ടുള്ളത്? ശോഭനാഥ് യാദവ് ജി. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ആശയം, മുഖ്യ തീം എന്താണെന്ന് നമ്മൾ അടുത്തൊരു സെൻറ്റൻസിൽ എഴുതുക. കവിത കാ മുഖ്യ ആശയ പ്യാർ ഹെ. കവിതയുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് പ്യാർ, സ്നേഹമാണ്. ഓക്കെ, ഇനി കവിതയിൽ കവി എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, കവി കഹ്താ ഹേ കി, കവി പറയുന്നു, കി എന്തെന്നാൽ, സൂരജ് സൂര്യൻ, അപ്പനി ഊർജ തൻ്റെ ഊർജം, എനർജി, പേട് അപ്പനെ ഭൂൽ, പേട് എന്താ? വൃക്ഷം, അതിൻ്റെ പൂവ്, ബാദൽ അപ്പന പാനി, മേഘം അതിൻ്റെ ജലം, മഴ, ഇതൊക്കെ പ്രദാൻ കർക്കെ നമുക്ക് തന്നിട്ട്, പ്രദാൻ കർക്കെ എന്ന് പറഞ്ഞാൽ തരിക, ഇതൊക്കെ തന്നിട്ട് പൃഥ്വി പർ ലോകത്ത്, ഈ ഭൂമിയിൽ, ജീവൻ കെ ആധാർ ബൻതാ ഹെ, ജീവൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് എനർജി വേണം, സൂര്യപ്രകാശം വേണം, വെള്ളം വേണം അല്ലേ, പിന്നെ വൃക്ഷങ്ങൾ വേണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്തോട്ട് തന്നിട്ട് ജീവൻ നിലനിർത്തുന്നുണ്ട്. ഹമേം ഭി ഖുദ് സേ പ്യാർ കർനാ ഹെ. എന്നിട്ട് കവി ഇതിലെന്താ പറയുന്നത്? നമ്മളും സ്വയം സ്നേഹിക്കണം. എന്നിട്ടോ അപ്നാ പ്യാർ ദൂസരോ കോ ദേനാ ഹെ. ദൂസരോ മറ്റുള്ളവർക്ക്, നമ്മുടെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇസ് പ്രകാർ ഹമേൻ ദൂസരോ കി മദത് കർണി ഹെ. അപ്പം അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ സ്നേഹം കൊടുക്കുക. അതിനർത്ഥം എന്താ? നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം അല്ലേ, നമ്മൾ മറ്റുള്ളവരെയും സഹായിക്കണം. അതെപ്പോഴും അങ്ങനെയാണല്ലേ. നമ്മൾ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരുന്നാൽ നമുക്കങ്ങനെ തോന്നൂ ഇല്ല. നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ട് നമ്മളെ തന്നെ സ്നേഹിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ തോന്നുന്നത് അല്ലേ, മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ. ഓക്കെ, പങ്ക്തിയാംക്കെ വിശേഷ ഭാഷ. പിന്നെ ഈ വരികളിലൊക്കെ ഒത്തിരി വിശേഷമായിട്ടുള്ള ഒരു ഭാഷാ പ്രയോഗങ്ങളൊക്കെ കവി നടത്തിയിട്ടുണ്ട്.
അത് കവിതയ്ക്ക് എന്താ ശോഭ ബഡി ഹെ, കവിതയ്ക്ക് കുറച്ചും കൂടി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഇത്തനാ പ്യാർ കരേക്ക്, ഇത്രത്തോളം സ്നേഹിക്കുക. ദേ സക്കും പ്യാർ ദുനിയ കോഫി, ആ സ്നേഹം ലോകത്തിന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മുതലായ കുറച്ച് കുറച്ച് ഭാഷാ പ്രയോഗങ്ങൾ ഈ കവിതയിൽ ഭയങ്കര അധികം സ്വാധീനം അല്ലെങ്കിൽ ഭയങ്കര അധികം എന്താ ഒരു ഇമ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. ഹം പ്രകൃതി സെ പ്യാർ, നമ്മളും പ്രകൃതിയിൽ നിന്ന് സ്നേഹം. സബ്കോ സീഖേം ഓർ ദൂസരോ കി ഭലായി കെ ലിയെ ജിയേം, നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹം നമ്മളും നമ്മളെ സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക, സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ദൂസരോ കി ഭലായി കെ ലിയെ ജിയേം, മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അല്ലെങ്കിൽ വേണ്ട, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ആരെ ഉപദ്രവിക്കാനെങ്കിലും പോകാണ്ടിരിക്കുക, നന്മ ചെയ്തില്ലെങ്കിലും വേണ്ട ഉപദ്രവിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അങ്ങനെ അല്ലെങ്കിൽ പോലും എന്താണ്, ചെറിയ രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിച്ചിട്ട് പറ്റുന്ന പോലെ, നമുക്ക് പറ്റുന്ന പോലെ സഹായിച്ചിട്ട് നന്മ നിലനിർത്തുക, നമ്മൾ സ്വയം സ്നേഹിക്കുക എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഓക്കെ അല്ലേ. ഇദ്ദേഹമാണ് ശോഭ്നാഥ് യാദവ്. കണ്ട, ഉത്തർപ്രദേശിലായിരുന്നു ജനനം, ലേഖക ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ. അതെ, അപ്പോൾ നമ്മളിവിടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക കേട്ടോ. താങ്ക് യു.